ഫ്രണ്ട്സ്, ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട ഉമ്മി മോനുണ്ടായിന്. ഓലപ്പുരയിലാണ് അവർ താമസിക്കല്. അങ്ങനെ ഈ ഉമ്മ ഈ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കൂ. സ്കൂളിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിട്ട് ഒരു കീറിയ തുണി മാത്രമേ ഈ കുഞ്ഞിക്കുള്ളൂ. തുണി കീറിയത് കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് അത് മടക്കി കൊടുത്തിട്ടും ബാഗ് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ബുക്ക് ഈ മടക്കിൽ വെച്ചിട്ട് വന്ന് ഈ കുഞ്ഞു സ്കൂളിൽ പോക്ക്. അങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് പാത്രത്തിൽ നിന്ന് കോഴി ചോറ് നിന്ന് ഇവൻ കാണും. വിശപ്പ് കാരണം ഓടിപ്പോയിട്ട് ഇവൻ അതിന്റെ അകത്ത് ചോറ് വാറ്റുന്നു. കള്ളനാന്ന് വിചാരിച്ചിട്ട് ആടിയുള്ളവരല്ലേ ഇവന് തച്ച അവശനാക്കൂ. ഇനി ആറിന് എണീച്ച് വന്ന് നടക്കും. കുറച്ച് അപ്പുറത്തെത്തുമുണ്ടാവും ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗം നടന്നു. അയാൾ പറയും ഈ നാട് വികസനത്തിന്റെ കുതിപ്പിലാണ്. ഇവൻ പറയും നിർത്തണം, ഏറിക്കിടക്കാൻ ചോർന്നൊലിക്കുന്ന ഓലപ്പുരയുള്ളവന്റെ നാട്. സ്കൂളിൽ പോകുമ്പോൾ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുമ്പോൾ കീറിയ തുണി കൊടുത്തു പോയവന്റെ നാട്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ കോഴിയുടെ എച്ചിൽ പാത്രത്തിൽ കൈയിട്ട് വാരി തിന്നവന്റെ നാട്. വികസനം നിങ്ങളെ പോലുള്ളവരുടെ കീശകളിൽ മാത്രമാണ്. പാവപ്പെട്ടവൻ എന്നും ഇവിടെ പാവപ്പെട്ടവൻ തന്നെയാണ്. അന്നേരം രാഷ്ട്രീയക്കാരൻ പറയും വിശപ്പാണ് നിന്റെ പ്രശ്നം. എന്നാൽ ഈ വരുന്ന ജനുവരി 4 ശനിയാഴ്ച വൾവക്കാട് കസാഖിസ്ഥാൻ കോളനിയിലെ ഷമ്മാസിന്റെയും ഇഞ്ചക്കാടത്തെ ഫർവത്തിന്റെയും മംഗലുണ്ട്. മുസ്തഫയും സൽമാനും സുഹൈലും ദിൽഷാദ് നൂറ് നൌഷി അഫ്സൽ എല്ലാരും മംഗലം കൂടാൻ വരുന്നുണ്ട്. നീയും വയറ് മുറിച്ച് ബിരിയാണി വന്നിട്ട് പോവാ. അന്നേരം ഇവൻ കല്ലെറിഞ്ഞ് കൊല്ലടാ അവനെന്ന് പറയും. എനിക്ക് കല്ലെടുത്തറിയോ? അന്നേരം ആ കല്ല് കൊണ്ടിട്ട് അവൻ ഇരിക്കോ. എനിക്ക് പറയും എല്ലാരും വാടാ, മംഗലം വിളിച്ച എല്ലാരും മംഗലത്തിന് വരാൻ മറക്കല്ലട്ടാ.